കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇനിയും ഇത് തുടർന്നാൽ അവൻ തന്റെ ജീവൻ കൂടി വലിച്ചെടുക്കുമെന്ന് അവൾക്ക് തോന്നിയതും അവൾ ഊക്കൂടെ അവനെ തള്ളിമാറ്റി ശ്വാസം മാഞ്ഞു വലിച്ചു. നീ എൻ്റേതാണ്, ഈ ശിവയുടെ പെണ്ണ്. നീ തമാശക്ക് പോലും ഇനി ഇങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതെൻ്റെ സ്വാർത്ഥതയാണ്, മനസ്സിലായോ? ഞാൻ പോവാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മൽ തോന്നി സ്ത്രീ അവൻ പറഞ്ഞതനുസരണയോടെ തലയാട്ടി അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അത് പറഞ്ഞ് വേഗത്തിൽ പടികൾ കയറി വീട്ടിലേക്ക് പോയി. അന്ന് അവളുടെ ഉള്ളിലിട്ട് ഭയം തീർത്തില്ല. അപ്പോഴും അവളുടെ മനസ്സിൽ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന നിമിഷങ്ങളായിരുന്നു. അതൊക്കെ ആലോചിക്കും തോറും അവളുടെ മുഖം ചുവന്നത് കൊടുത്തു. സ്ത്രീ ഓടിപ്പോകുന്ന നോക്കി ചിരിയോടെ ഇരുന്നിടത്തും വെടിയേറ്റ് നനഞ്ഞ മുടി മാടിയൊതുക്കി അവൾക്ക് പിന്നാലെ നടന്നു. ശിവ വീടിൻ്റെ പൂമുഖത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് ഡോറിലേക്ക് നോക്കി വിരൽ കടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയാണ്. എന്താ ഇവിടെ നിന്നറിഞ്ഞത്? ശിവ അവൾക്ക് പിന്നിൽ നിന്ന് വിളിച്ച് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും സ്ത്രീ ഞെട്ടിത്തിരിഞ്ഞതും അവൾ അവനെ നെഞ്ചിലേക്ക് ഇടിച്ചത്. അത് പിന്നെ ഡോറാണ് ലോക്ക് ചെയ്തു. സ്ത്രീ പിന്നിൽ നിന്നും മടന്നു മാറി ഡോറിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പെട്ടെന്ന് തന്നെ ഡോർ തുറന്നൊരു ഭീമാകരമായ രൂപം പുറത്തേക്ക് വന്നു. തങ്ങളുടെ മുന്നിലേക്ക് വന്ന ആ രൂപത്തെ കണ്ട് സ്ത്രീയും ശിവയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു. ആ രൂപം ഇരുവരെയും മാറി മാറി നോക്കി അവരുടെ അടുത്തേക്ക് വന്നതും സ്ത്രീ പേടിയോടെ ശിവയോട് ചേർന്നു. തലയിലൂടെ പുതപ്പെട്ട രൂപം അവരുടെ അടുത്തേക്ക് അടുക്കുന്തോറും സ്ത്രീയുടെ വിരലുകൾ പേടിയോടെ ശിവയുടെ കയ്യിൽ മുറുകിയിരുന്നു. ശിവേട്ടാ, പ്രേതം പ്രേതം! സ്ത്രീ പേടിയോടെ വിക്കി വിക്കി പറഞ്ഞു. മിണ്ടാതിരിക്കുക, ഇത് പ്രേതമൊന്നുമല്ല. സ്ത്രീയോട് അതും പറഞ്ഞ് ശിവ അവളെയും കൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നു. പിന്നെ അവിടെ അടുത്തെത്താനായതും ആ രൂപത്തിന് മേലിട്ടിരുന്ന പുതപ്പ് വലിച്ചെടുത്തു. ഉമ്മറത്ത് അണക്കാതെ വെച്ചിരുന്ന ബൾബിന്റെ വെട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ സ്ത്രീ വീണ്ടും ഞെട്ടിയെങ്കിലും ശിവ പ്രതീക്ഷിച്ച ആളായതുകൊണ്ട് അവന് വലിയ ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുന്നിൽ ശിവയെയും സ്ത്രീയെയും കണ്ടതും ശ്യാമൊന്ന് പകച്ചു പോയിരുന്നു. ഏട്ടാ, നിങ്ങളെന്താ ഇവിടെ? അത് ഈ പാതിരാത്രി? ശ്യാം ഞെട്ടിൽ മറച്ചു വെച്ച് ഇരുവരെയും നോക്കി ചോദിച്ചു. അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ശിവ ചോദ്യത്തിനൊപ്പം അവൻ്റെ കയ്യിലുള്ള ഫോണ് പിടിച്ചു വാങ്ങി. ഏട്ടാ, എൻ്റെ ഫോണ്? നീ എന്താടാ ഇവിടെ? ഞാൻ ഫോണിൽ നിന്ന് റേഞ്ച് നോക്കി ഇറങ്ങിയതാണ് ഏട്ടാ. ഇവിടെ ആർക്കും റേഞ്ച് പ്രോബ്ലം ഇല്ലല്ലോ. പിന്നെ നിനക്ക് മാത്രം എന്താ? ഈ കുരിപ്പെല്ലാം നശിപ്പിക്കും. റേഞ്ചൊക്കെ ഉണ്ട്, പിന്നെ ശുദ്ധമായി ശ്വസിക്കാൻ ഇത്തിരി കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. അല്ല, നിങ്ങളെന്താ ഈ വെള്ളത്തിൽ വേണം കോഴികളെ പോലെ നനഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടതും ശ്യാമ അവളെ നോക്കി പല്ല് കടിച്ചു. ഞങ്ങൾ ശുദ്ധമായി ശ്വസിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങിയതാടാ. ശിവശ്യാം പറഞ്ഞ അതേ ടോണിൽ തിരിച്ചു പറഞ്ഞു. ആരാടാ ഈ പെണ്ണ്? ശിവ ഫോണിലെ മെസ്സേജ് നോക്കിക്കൊണ്ട് ശ്യാമിനോട് ചോദിച്ചു. അതിനിടയിൽ സ്ത്രീ പതിയെ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു. സബാഷ്, എല്ലാ ശുഭായി. ഏട്ടാ, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? സത്യം പറയടാ, ഈ പാതിരാത്രി ഇങ്ങനെ മെസ്സേജ് അയച്ച് നിന്റെ മെസ്സേജ് നോക്കിയിരിക്കാൻ മാത്രം തലയ്ക്ക് സുഖമില്ലാത്ത ഏത് ഫ്രണ്ടാടാ നിനക്ക്? നീ പറയുന്നോ അതോ? ഞാൻ പറയാം, അതെൻ്റെ എക്സാണ് ഏട്ടാ. ഒരു കൊല്ലം പോലും തികയാത്ത റിലേഷൻ. എന്നേക്കാൾ നല്ലൊരു തന്നെ കണ്ടപ്പോൾ അവൾ എന്നെ തേച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനിട്ടിട്ട് പോയി. ഇപ്പം ഞാനൊരു പേക്ക് കൊണ്ടുടങ്ങി അവളെ വീണ്ടും വളച്ചൊടിച്ച് കുപ്പിയിലാക്കി. എന്തിന്? സിമ്പിൾ. അവൾ എന്നെ പ്രേമിച്ച് ഒരിക്കലും പിരിയാനാകാത്ത വന്ന് ഞാനുമായി അടുക്കും. അപ്പം ഞാൻ അവളുടെ മുന്നിൽ പോകും. എന്നിട്ട് അവളെപ്പോലെ ഒരു തേപ്പിച്ചിന് എനിക്ക് വേണ്ട, നീ പോയാൽ നിന്നെ ചങ്കത്തി എന്ന് പറഞ്ഞ് കുറച്ച് മാസം ഡയലോഗ് കുറച്ച് പ്രതികാരം വീട്ടി മമ്മൂക്കയെ പോലെ സ്ലോ മോഷനിൽ പോകണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. നീ എന്താടാ സൈക്കോയോ? അവൻ്റെ ഒരു പ്രതികാരം തേങ്ങ. ഇനി ഞാൻ പെണ്ണ് നിനക്ക് മെസ്സേജ് അയക്കില്ല. നീ ഇപ്പം പറഞ്ഞതെല്ലാം അവള് കേട്ടിട്ടുണ്ട്. അയ്യോ ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. എൻ്റെ പ്രേമം, അവൻ്റെ ഒരു പ്രേമം മണ്ണങ്ങട്ട. ഒരു പെണ്ണിൻ്റെ മനസ്സ് വെച്ചല്ല പ്രതികാരം തീർക്കേണ്ടത്. പിന്നെ പ്രേമിക്കുന്നൊന്നും കുഴപ്പമില്ല. അതിൻ്റെ പൊന്നുമോ സ്വന്തം കാലിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കും. കൂടെ 2 കൊല്ലം മുമ്പുള്ള സപ്ലൈ എഴുതിയെടുക്കാനും. നിന്നെപ്പോലെ ഉത്തരവാദിത്തം ഇല്ലാതെ നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ഒരു പെണ്ണ് കൂടെ വരിക? എല്ലാം പ്രാവശ്യത്തെ പോലെ ശ്യാമിൻ്റെ ദിവ്യപ്രേമം പൊളിച്ചിളക്കി കയ്യിൽ കൊടുത്ത് ശ്യാമിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അവൻ്റെ ചുമലിൽ തട്ടി ശിവ ചിരിയോടെ പറഞ്ഞു. ഏട്ടോ, പോയി കിടന്ന് ഉറങ്ങടാ മാതങ്ങ തലയാ. നീ പോടാ, കണ്ണിൽ ബ്രെഡില്ലാത്ത തേണ്ടി. നോക്കിക്കൂടാ, എൻ്റെ ഈ ശാപം നിന്റെ തലക്ക് മുകളിൽ കിടന്ന് നിനക്ക് ലൈഫിൽ ഒരിക്കലും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ കഴിയാതെ നീ മൂത്ത് ധരിച്ച് മൂരാഴ്ചയായി പോവും. ഇടക്കോരങ്ങ മൂരാഴ്ച തേണ്ടി. ഇതൊരു ആനിയൻ്റെ രോദനാണ്ടാ, രോദനം. എന്താടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടടാ? എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോടാ?
ശ്യാം ശിവയിൽ നിന്ന് മകരം പാലിച്ചുകൊണ്ട് പറഞ്ഞു. രാജാമേ, മിണ്ടാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ശ്യാം പറഞ്ഞു കേട്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് ശിവ കപട ഗൗരവത്തിൽ പറഞ്ഞ് അകത്തേക്ക് പോയതും അവൻ പോയ വഴിയെ നോക്കി. പിന്നെ കയ്യിലെ ഫോണിലേക്ക് നോക്കി ഒരു ദീർഘശ്വാസം വിട്ട് ശ്യാം അകത്തേക്ക് പോയി. റൂമിലെത്തിയ സ്ത്രീ വേഗം നനഞ്ഞ ഡ്രസ്സ് മാറ്റി കണ്ണാടിയുടെ മുമ്പിൽ നിന്നും മുടി തുവർത്തുമ്പോൾ അവളുടെ മനസ്സപ്പോഴും ശിവ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായി. പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധ മുറിഞ്ഞിരിക്കുന്ന തൻ്റെ അതരങ്ങളിലേക്ക് എത്തിയത്. പതിയാ പൊട്ടിയ ചുണ്ടുകളിലൂടെ തഴുകിയതും അവളുടെ കവളുകൾ ചുവന്നു തുടങ്ങി. കഴുത്തിൽ കിടക്കുന്നവൻ്റെ പേര് കുത്തിയ താലിക്കും നെറുകയിലെ സിന്ദൂര ചോപ്പിനും ഇതുവരെ ഇല്ലാത്ത തിളക്കം വന്നതുപോലെ തോന്നി സ്ത്രീക്ക്. ഒപ്പം മനസ്സിന് ഇതുവരെ ഇല്ലാത്ത സന്തോഷം. കുറച്ചു നേരം കൂടി അവൾ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിമുഖത്തിലേക്ക് നോക്കി. മനസ്സിലേക്ക് മിടിവോടെ ശിവയുടെ മുഖം തെളിഞ്ഞു വന്നതും സ്ത്രീ വേഗം മുടി തുവർത്തി അബിയും ഷീതുവും കിടക്കുന്ന റൂമിലേക്ക് പോയി. അവിടെ റൂമിൻ്റെ ഡോർ ലോക്കാണെന്ന് കണ്ടതും അവൾ ആദ്യം ഷീതുവിനെ വിളിക്കാൻ തുടങ്ങിയതും എന്തോ ഒരു ഉൾപ്രേരണയിൽ അത് വേണ്ടെന്ന് വെച്ച് അവൾ എന്തൊക്കെയോ ആലോചിച്ച് അവിടുന്ന് താഴേക്ക് നടന്നു. ശിവയെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം സ്ത്രീ അവിടുന്ന് നേരെ പോയത് അച്ചമ്മയുടെ റൂമിലേക്കായിരുന്നു. ശാന്തമായി ഉറങ്ങുന്ന അച്ചമ്മയെ നോക്കി പതിയെ അവർ ഉണർത്താതെ ബെഡിലേക്ക് കയറി അവരെ പറ്റി പിടിച്ച്. റൂമിലെത്തിയ ശിവ എങ്ങും സ്ത്രീയെ കാണാതെ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി. മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോറ് തുറക്കുന്നത് കണ്ടതും പതിയെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കിയതും ബെഡ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ട് മുത്തശ്ശിയുടെ മേലേക്ക് കൈകളിട്ട് സുഖമായി ഉറങ്ങുന്ന സ്ത്രീ. അവരെ ഒന്ന് നോക്കി ചിരിയോടെ ഡോറ് ചാരി തിരിച്ച് റൂമിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് കയ്യിലുള്ള ഫോണിലെ ബീപ്പ് സൗണ്ട് മുടങ്ങിയത്. മെസ്സേജ് ഓപ്പൺ ചെയ്ത ശിവയുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ മെസ്സേജിന് റീപ്ലൈ കൊടുത്ത് ശിവ ഒരിക്കൽ കൂടി അണഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി റൂമിലേക്ക് പോയി. രാവിലെ വയറിന്മേൽ ഭാരം അനുഭവപ്പെട്ടതും സ്ത്രീ ആയാസത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നതും കാണുന്നത് അവളുടെ വയറിൽ കയറി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന മിത്തുവിനെയാണ്. സ്ത്രീ വിശ്വാസം വരാതെ ഒന്നുകൂടെ കണ്ണു തിരുമ്പി നോക്കിയപ്പോഴേക്കും ആ കുഞ്ഞിച്ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു. ആഹാ, എൻ്റെ ബേബിയുടെ കൂടെ എപ്പോഴാ വന്നേ? ആ തുടുത്ത കവളിൽ പിടിച്ച് വലിച്ച് സ്ത്രീ കൊഞ്ചലോടെ ചോദിച്ചു. നമുക്ക് ഒരേ നേരായി വന്നിട്ട്. സ്ത്രീ ചെയ്ത പോലെ മിത്തു ശ്രീയുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ശ്രീമൊന്നും അറിഞ്ഞില്ല ചക്കരെ. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ എങ്ങനെ അറിയാനാ? ഇപ്പൊ തന്നെ സമയം 10 കഴിഞ്ഞു. എവിടെയെന്നാ അശ്വതി എന്ന സംശയത്തിൽ സ്ത്രീ തലരിച്ച് നോക്കിയതും കണ്ടു കയ്യിലൊരു കുഴമ്പിന്റെ കുപ്പിയും പിടിച്ച് ചേറിലിരിക്കുന്ന അച്ഛമ്മയെ. അല്ല, ഇതെന്ന് രാവിലെ തന്നെ കുഴമ്പ് പിടിച്ചിരിക്കുന്നേ. നീ എന്താണ് പെണ്ണെ, രാത്രി ഓട്ട മത്സരത്തിന് പ്രാക്ടീസ് നടത്തുമായിരുന്നു? സോറി, ഉറങ്ങിയ ഞാനല്ലാതാവും. ഇളിച്ചോണ്ടിരിക്കാതെ വേഗം റെഡിയായി പോവാൻ നോക്കി എൻ്റെ സ്ത്രീ. എങ്ങോട്ട് പോകുന്ന കാര്യം അച്ഛമ്മേ? ശിവയുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? ഞാനങ്ങും പോകില്ല. അതെന്താ? ഒന്നുമില്ല, ഞാൻ പോകുന്നില്ല, അത്ര തന്നെ. മര്യാദക്ക് പൊക്കോണം അവൻ്റെ കൂടെ. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാ എൻ്റെ കുട്ടി ഇല്ലാത്ത ലീവ് എടുത്ത് ഇന്നലെ ഇങ്ങോട്ട് വന്നത്. അതിന് എനിക്കുണ്ടായിരിക്കില്ലേ എൻ്റെ വീട് നിൽക്കാൻ പൂതി? സ്ത്രീ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. പൂതിക്ക് നിന്നല്ലോ, പോരാത്തിന് ഭർത്താവിൻ്റെ കൂടെയല്ലേ ഭാര്യ നിൽക്കേണ്ടത്. അപ്പൊ ആബിയുടെ വിവേകേടനില്ലാതെ നിൽക്കുന്നതോ? ആബിയെ പോലെ ആയാ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. വേണ്ട, ഞാൻ പൊക്കോണ്ട് പോരെ. മുഖം കോട്ടി അതും പറഞ്ഞ് സ്ത്രീ മിത്തുവിനെ വാരിയെന്നെടുത്ത് ബെഡിൽ കിടത്തി ബാത്റൂമിൽ പോയി മുഖവും വായും കഴുകി. നിനക്കെന്താ സ്ത്രീ ഒന്ന് കുളിച്ചാ? ഒരാഴ്ചക്കുള്ള കുളിയെ ഇന്നലെ രാത്രി ഞാൻ കുളിച്ചു. സ്ത്രീ അച്ചമ്മയെ നോക്കി മുഖം വെറുപ്പിച്ച് മിത്തുവിനെയും വിട്ട് പുറത്തേക്ക് പോയി. പൂമുഖത്തേക്ക് പോയപ്പോൾ സ്ത്രീ കണ്ടു ശിവയോട് മാറി നിന്ന് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്ന ശരത്ത്. എന്താ പോലീസെ ഈ രാവിലെ തന്നെ ഇവിടെ? സ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. സ്ത്രീയുടെ ശബ്ദം കേട്ടതും അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നവർ സംസാരം നിർത്തി അവളെ നോക്കി. നേരൊക്കെ ഇപ്പോഴാണ് നേരെ വെളുക്കുന്നത്. ശരത്ത് കയ്യിലെ വാച്ചിലേക്ക് സ്ത്രീയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും സ്ത്രീ അവനെ നോക്കി പല്ലിടിച്ച് കാട്ടി. ശിവയുടെ നോട്ടം അവളുടെ നേർക്ക് നീളുന്നത് അറിഞ്ഞതും സ്ത്രീ അവനെ നോക്കാതെ മുഖം പിടിച്ചു നിന്നു. നീതി ചേച്ചി എന്തേ? അവരാരും വന്നില്ലടി. എനിക്ക് ഇവനെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ വേഗം ഇങ്ങോട്ട് പോകുന്നത്. ശരത്തുമായി കുറച്ച് സംസാരിച്ച് അകത്തേക്ക് പോകുമ്പോഴാണ് ഷീത ഇവിടെ നിന്ന് പ്രപ്രാളത്തോട് ഓടി വന്ന് സ്ത്രീയെ പിടിച്ച് കുറച്ച് മാറി നിന്ന് അവളുടെ കയ്യിലേക്ക് ന്യൂസ് പേപ്പർ വെച്ചു കൊടുത്തത്. പേപ്പറിൽ വലുതായി കിടക്കുന്ന അക്ഷരങ്ങളിൽ അവളുടെ മിഴികൾ ഉടക്കിയതും സ്ത്രീയുടെ കണ്ണുകൾ മിടിഞ്ഞു വന്നു. പേടിയോടെ അവളെ ചെന്നിയിലുള്ള വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞത്. ഷീതു, ഇതൊക്കെ സത്യമാണോ? സ്ത്രീ ന്യൂസ് പേപ്പറിലേക്ക് ഷീതുവിൻ്റെ മുഖത്തേക്കൊന്ന് വിശ്വാസം വരാതെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇതാ ഇത് നോക്ക്, അപ്പോൾ വിശ്വാസം ആയിക്കോളൂ.
ഷീതു ശ്രീയുടെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി ഫോണിലെ ന്യൂസ് ഓൺ ചെയ്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ബ്രേക്കിംഗ് ന്യൂസ്. എംഎൽഎയുടെ മുൻ പി എ അശോകൻ അന്തരിച്ചു. അത്രയും കേട്ടപ്പോഴേക്കും തന്നെ ശ്രീ ഫോൺ ഓഫ് ചെയ്ത് ഷീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇന്നലെ സംഭവിച്ച ആക്സിഡൻ്റാണ് മരണകാരണം എന്നാണ് പറയുന്നത്. ആക്സിഡൻറ്റിൽ കാറിന് തീ പിടിച്ച് ബോഡിയുടെ പകുതിയും കത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആള് തട്ടിപ്പോയി. ഷീതു കയ്യിലെ പേപ്പർ മടക്കുന്നതിനിടയിൽ കൂസലില്ലാതെ പറഞ്ഞു. എൻ്റെ ഷീതു, എനിക്ക് പേടിയാകുന്നു. കൈകൾ കൊണ്ട് ചെന്നൈയിലൂടെ ഒഴുകുന്ന വിയർപ്പൊപ്പിക്കൊണ്ട് ഷീതുവിനോട് പറഞ്ഞു. എന്തിനാ നീ പേടിക്കുന്നേ? ഡി, അയാളെ കൊന്നതാ, പ്ലാന്റ് മർഡർ. ആര്? ശിവേട്ടൻ. ശിവേട്ടനോ? ശ്രീ പറഞ്ഞത് കേട്ട് ഷീതു ഞെട്ടിലൂടെ കണ്ണു പിടിച്ച് നോക്കി. ആ അതെ, നീക്ക് ഉറപ്പാ. കാരണം ഞാൻ കണ്ടതാ അയാൾ അവരൊക്കെ കൂടി പിടിച്ചു കെട്ടി വെച്ച് ഉപദ്രവിക്കുന്നത്. പോരാത്തിന് കഴിഞ്ഞ ദിവസം ശിവേട്ടൻ വന്നപ്പോൾ ഞാൻ കണ്ടതാ ആ ദേഹത്തും കയ്യിലൊക്കെ പറ്റിക്കിടന്ന് രക്തക്കാരാ. ശ്രീ വിറയിലൂടെ എല്ലാം അവളോട് പറഞ്ഞു. നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്റെ സംശയം ന്യായാണ്. ബട്ട് ശിവേട്ടൻ എന്തിനാ അയാളെ കൊല്ലണം? ഇനി ഇതുകൊണ്ടാവൂ ശരദേട്ടൻ രാവിലെ തന്നെ നിന്റെ ശിവേട്ടനെ കാണാൻ വന്നേ? അതെനിക്കും സംശയം. ഇനി എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇത് കേസാവില്ലേ? അപ്പൊ ശിവേട്ടനെ? ശ്രീ ബാക്കി പറയാതെ പേടിയോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി.